ഹലോ ഗൈസ്, അപ്പോൾ ഈ ആമനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന്. കോട്ടക്കലിലുള്ള മലബാർ മഹോത്സവത്തിലാണ് കേട്ടോ ഗൈസ്. പുതുതായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ റീൽസിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അത് ആളുകളൊക്കെ കുറവാണ്. നമ്മളൊരു വൈകുന്നേരം ടൈമിലാണ് വന്നത്. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനൊരു സംഭവമാണ് കേട്ടോ. കുറേ കിളികളൊക്കെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പാറി കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവർ എല്ലാവരും മരത്തുമ്പോൾ തന്നെ ഇരിക്കാൻ കേട്ടോ ഗൈസ്. പിന്നെ ഈ മരങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതാണ്, ഒറിജിനൽ അല്ല കേട്ടോ. കണ്ടാൽ ഒറിജിനലാ തോന്നുമെങ്കിൽ ഒറിജിനൽ അല്ല ഗൈസ്. കിളികളൊക്കെ ഇരിക്കണുണ്ട്. എന്ത് ഭംഗിയിലാണ് കാണാൻ അറിയോ. മൂന്നാളൊരുമിച്ച് രണ്ടാളൊരുമിച്ചൊക്കെ ഇരിക്കണം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ എണ്ണം താഴെ ഇരിക്കണുണ്ട്. ഒരു പൂച്ചയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കൂട്ടിലാക്കിയിട്ടൊക്കെയാണ്. കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിനൊന്നും കാണാനില്ല. എല്ലാവരും ഒരു സ്ഥലത്ത് ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണുള്ളത്. ഈ കുഞ്ഞി കിളിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് റോബോട്ട്, നമുക്ക് കൈ തരുന്ന റോബോട്ട്, നിസ്കരിക്കണ റോബോട്ട് എന്ന് നമ്മൾ കുഞ്ഞാപ്പൂൻ്റെ ഒക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും അത് കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതാ നമ്മൾ പോയി കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിയാണ് കൈ കൊടുക്കണത് ഗൈസ്. ഓക്ക് കൈയൊക്കെ കൊടുത്തു. പിന്നെ എന്താണെന്നറിയില്ല, അവളോട് ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിക്കട്ടോ. പിന്നെ ഇതാ ഇപ്പം ആദി ബേബിനെ താഴെ വെച്ച് കൊടുത്തപ്പോൾ ഓൻ്റെ അടുത്തേക്ക് വന്നിട്ടൊക്കെ ഉണ്ട്. ഓന് ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാ ഓനിങ്ങനെ നോക്കണം എന്താണ് ഇത് സംഭവം എന്ന്. എന്തോ ഒരു ജീവിയാണ് വിചാരിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനക്കും കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ ലോകത്തേക്ക് തന്നിട്ട് എത്തുന്നത് ഗൈസ്. കണ്ടോ, ഭയങ്കര ഫ്ലവേഴ്സ്, പിന്നെ ബട്ടർഫ്ലൈസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതാ ഗൈസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ നമുക്കിങ്ങനെ നടന്ന് പോകാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. സെൽഫി പോയിന്റ് പറഞ്ഞിട്ട് വേറെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. പിന്നെ നമ്മൾ കുറേ ടൈം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് എടുത്ത്. ആദി ബേബിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ട്. ഓനിത് എന്താണ് സംഭവം എന്നുള്ളൊരു രീതിയിൽ നോക്കുകയാണ്. എല്ലാം നോക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണേ. അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവനെക്കൊണ്ട്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആളുകളൊക്കെ ഈ ടൈമിൽ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഗൈസ് മീനുകളുടെ ലോകത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് കേട്ടോ. ഫസ്റ്റ് ചെല്ലുന്നിടത്താണെങ്കിൽ ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുള്ള മീനുകളാണ് കേട്ടോ ഗൈസ് ഉള്ളത്. കുറേ ഉണ്ട്. ഇവിടെ നിന്നാണ്ട് കുറേ നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വലിയ വലിയ മീനുകളുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ് ഇവരെ കൂടെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു മീനുകളെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ എന്താണ് കൊടുക്കണത്, അത് കഴിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കഴിക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ് മീനുകളുടെ ഒരു ലോകം തന്നെ ഉണ്ടോ. പലതരം മീനുകളാണ്, വെറൈറ്റി മീനുകൾ ഗൈസ്. നമ്മൾ കാണാത്ത ഐറ്റംസും കണ്ട ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ നോർമലി നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറേയൊക്കെ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ. ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ ഐറ്റംസ് കണ്ട ഗൈസ്. ഇത് ഫുള്ള് നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആ തല വരെ കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. ആദി ബേബിനെ ഇപ്പം പിന്നെ തോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓനെ ശരിക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓനാണെങ്കിൽ നല്ലോണം നോക്കണോണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇളകുന്ന കണ്ടിട്ട് എന്തോ സംഭവമാണ് വിചാരിച്ചിട്ട് നോക്കണം. ഓനക്ക് അറിയണമെന്നും ഉണ്ടാവില്ല അത് മീനാണെന്ന്. എന്നാലും ഓനും എല്ലാം കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുള്ള മീൻ, പെരുന്ന മീനാൾ, അതുപോലെ ചുണ്ടുകൂർത്ത മീൻ, എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്. പലതരം മീനാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല, അതുകൊണ്ടുണ്ട് ഗൈസ്. ഈ ഒരു മീനിനെ കണ്ടോ, നല്ല ഭംഗി ഇതിനെ കാണാം. എൻ്റെ അനിയൻ പറഞ്ഞത് വീർത്ത് വരും എന്നൊക്കെ. ഉള്ളതാണോന്ന് അറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ താഴേക്ക് എടുക്കണമൊക്കെ ഉണ്ട്. വലിയതുണ്ട്, ചെറുതുണ്ട്, പല ഐറ്റംസ് ഉണ്ട്. ഓരോന്നിനും ഓരോ ഗ്ലാസ്സിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പല വെറൈറ്റി ഐറ്റം മീനാണ് ഗൈസ്. പിന്നെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മീൻ. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല ഗൈസ്. ഇതിൻ്റെ വാലുകൊണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കുമെന്നാണ് എൻ്റെ വാപ്പ പറഞ്ഞിട്ടുള്ളത്. ഉള്ളത് തന്നെ ആയിരിക്കും. നമ്മളോ തള്ളി മറിച്ചിട്ട് പറ്റിക്കാണോ എന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പം എന്തൊക്കെ കുറേ തള്ളി മറിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ കണ്ട് ഇത് അങ്ങനത്തെയാണ് ഇങ്ങനത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാത്തതുകൊണ്ടെല്ലാം മോളി കേട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മീൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിനും കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ പേര് എൻ്റെ ഉപ്പാക്ക് അറിയട്ടോ. എല്ലാ മീനിൻ്റെയും പേര് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒക്കത്തിൻ്റെയും മറന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ കേട്ട് നിന്നു. എനിക്കറിയില്ല ഒന്നിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ മീനാളുടെ ഒരു ലോകം തന്നെയാണ്. അപ്പോൾ ഇനിയാണ് ഗൈസ് ഗ്ലാസ്, ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് കേട്ടോ. മുകളിൽ കൂടെയൊക്കെ നമ്മളെ മുകളിൽ കൂടെയൊക്കെ മീനുകൾ ഇങ്ങനെ പോകണം, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്നൊക്കെ വന്നിട്ടാണ് ഈ ഗ്ലാസിൻ്റെ ഒരു സംഭവം ഉള്ളത്. ഇതും കുറേ നടന്നിട്ട് കാണാനുണ്ട് നമുക്ക്. ഇവിടെ നല്ല നല്ല ഐറ്റംസ് മീനുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കളർഫുൾ ടിക്കറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് ഗൈസ്. പക്ഷേ ഇതിനുള്ള സംഭവമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ 150 രൂപക്ക് ഞാൻ
നഷ്ടമാണെന്നൊന്നും പറയില്ല. കാരണം നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത്. പിന്നെ പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കടകൾ ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്, പിന്നെ പുറത്തിറങ്ങിയാലും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 150 രൂപ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും വെറുതെ ആവില്ല. ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇതാ ഗൈസ് വേറൊരു തരം മീനുണ്ട് കേട്ടോ. ഇതിലാണ് ഞാൻ വേറെ സംഭവം കണ്ടത്. ഇത് നക്ഷത്രാമയാണ് തോന്നുന്നുണ്ട്. ഈ ബ്ലാക്ക് കണ്ട ഗൈസ് നമുക്ക് ഈ പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ ഈ കുട്ടികളെ ഒരു ടോയ് ഉണ്ടല്ലോ, എന്താ പറയുക, നല്ല സോഫ്റ്റുള്ള ഒരു ടോയ് ഉണ്ടല്ലോ, ലൈറ്റൊക്കെ കത്തണേ, അതേപോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് മീനാണ് ഗൈസ്. ഞാനത് ഒറിജിനലാണ് വിചാരിച്ചിട്ടില്ല, കാരണം അനങ്ങണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഭംഗി കിട്ടതായിരിക്കും എന്നാണ്. അല്ല ഗൈസ്, ഇതും ഒരു മീൻ തന്നെയാണ്. ഇതൊക്കെ ഈ കാണുന്നത് ഫുള്ള് വേറെ എന്തൊക്കെയോ ഐറ്റംസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ മീൻ കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇമ്മ മുന്നിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഫസ്റ്റ് ഉമ്മ എത്തണ തോന്നുന്നുണ്ട് എല്ലായിടത്തും. നമ്മൾ വരുമ്പോഴത്തേനൊക്കെ ഉമ്മ എല്ലാം കാണുന്നുണ്ട്. ഉമ്മക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് മീനെ. കാണാൻ നല്ല ഭംഗിയുണ്ട്, വലിയതുമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള കുറേ മീനുകളുണ്ട്. അതൊക്കെ പിന്നെ ചെറിയ മീനാണ്. പിന്നെയാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം കണ്ടത് കേട്ടോ. വെള്ളത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങണ പൂച്ച. ഞാൻ ഇത് ശരിക്കുള്ളതാണ് വിചാരിച്ചു, പക്ഷേ ഇത് അങ്ങനെയല്ല ഗൈസ്. ഇതിൻ്റെ ചുറ്റോറെന്തോ ഗ്ലാസ് ടൈപ്പാണ്. ആ മീൻ കിടന്നുറങ്ങണടുത്ത് വെള്ളമില്ല, സോറി മീനല്ല, പൂച്ച കിടന്നുറങ്ങണടുത്ത് വെള്ളമില്ല. മീനുകളൊക്കെ വെള്ളത്തിൽ കൂടി ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയാണല്ലോ പോണത്. ശരിക്കും ശ്രദ്ധിച്ചാൽ അതറിയാൻ പറ്റും. ആ നടുവിലൊന്നും മീനുകളില്ലായിരുന്നു ഗൈസ്. നല്ല ഭംഗിയുണ്ട് ഏതായാലും കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉറങ്ങണം, എന്താണെന്നറിയില്ല. നമ്മൾ ചെന്ന ടൈമിൽ കിളികളും ഉറങ്ങുകയാണ്, മീനും പൂച്ചയും ഒക്കെ ഉറങ്ങണം. മീനോട് പിന്നെ ചിലവരൊക്കെ എഴുന്നേറ്റ് ഓടണമൊക്കെ ഉണ്ട്. അധികം ആൾക്കാർ ഉറങ്ങിയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അതാകെ കഴിഞ്ഞിട്ട് കച്ചവടങ്ങളാണ്. ഇത് ഞാൻ വിചാരിച്ചെന്താ അറിയോ, മറ്റേ ചായപ്പൊടിയൊക്കെ അരിക്കണ ഒരു സംഭവമില്ലേ, അതാണെന്ന്. പക്ഷേ അതല്ല കേട്ടത്, നമുക്ക് ഊരവേദനക്കുള്ള ചൂട് പിടിക്കണ എന്തോ സംഭവമാണ്. പിന്നെ അതാ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ചീപ്പ്, കണ്ണാടി, പേന, അങ്ങനത്തെ കുറേ ഐറ്റംസ്. നമ്മൾക്ക് ഒന്നും വാങ്ങിയില്ലെങ്കിലും ഈ കടകളൊക്കെ നടന്ന് കാണുന്നത് തന്നെ പ്രത്യേക ഒരു രസമാണല്ലോ ഗൈസ്. ഞാൻ അങ്ങനെ ഉണ്ട്, ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഒക്കെ നടന്ന് കാണും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഗൈസ്. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും അങ്ങനെയാണ്, ഒക്കെ നടന്ന് കാണും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ അതാ പണ്ടത്തെ കുറേ ഐറ്റംസ് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, കാരണം ഫുള്ളായിട്ട് കളർഫുള്ളല്ലേ, പല വെറൈറ്റി കളറിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ പാത്രങ്ങൾ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പല വെറൈറ്റി പാത്രങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ പാത്രങ്ങളുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവിടെ നിന്നൊന്നും വേണ്ട. പിന്നെ അതാ ടോയ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ. ആദ്യ ബേബിക്ക് ടോയ്സ് ഒന്നും മേടിക്കാനുള്ള ഒരു പ്രായമാവാത്തതുകൊണ്ട് നമ്മൾ ടോയ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നടന്ന് കണ്ടു കേട്ടോ. ഓനക്കെല്ലാം കാട്ടിക്കൊടുത്തു. ഓന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കളർഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാം നിൽക്കണ കാരണമൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് ഗൈസ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് കേട്ടോ ബോളിയും പായസം. ഞാനത് കുറേ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് പോകണമെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ കഴിച്ചു ഗൈസ്. ഇത് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് പോവാത്തത് എന്തായാലും നന്നായി ഗൈസ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പായസം ഒറ്റ കുടിക്കണ ടേസ്റ്റൊന്നും ഇത് കൂട്ടി കഴിക്കുമ്പോൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി കഴിച്ചോളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതാ പാർക്കുകളൊക്കെ ഉണ്ട്. ഇതിലൊന്നും നമ്മൾ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അനിയനും അനിയത്തിയും പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും യന്ത്രൂഞ്ഞാലിൽ കയറണം. അങ്ങനെ ഒരു രണ്ടാളും കയറിയിട്ടുണ്ടായിരുന്നു എന്താ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. ഞാനും ഇപ്പൊക്കെ അവിടെ താഴെ ഉണ്ട്. അവിടെ ഞാനവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ, ബേബിനെയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മളെല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്, അല്ലാതെ എയിലും കയറുന്നില്ല. എനിക്ക് കാരണം പറഞ്ഞാലും എൻ്റെ അമ്മ കയറായിക്കില്ല, കാരണം അമ്മക്കറിയാം ഞാൻ എയിൽ കയറിയാലും ഓർത്ത് വിളിക്കുന്നു. കയറുന്ന ധൈര്യമൊന്നും ഉണ്ടാവില്ല കയറി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിർത്തി തരണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം റിസ്ക് എടുക്കാൻ നിന്നില്ല, ഓല് കയറി. പിന്നെ ഏതായാലും നമ്മൾ കഴിഞ്ഞാണ്ട് തിരിച്ച് പോരാണ് കേട്ടോ ഗൈസ്. രാത്രിയാണ് ഇവിടെ കുറച്ചും കൂടി ഭംഗി. അപ്പോൾ ആരെങ്കിലും പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം പോകുന്നതാവും നന്നാവുക, കാരണം കാണാൻ ഭംഗി ആ ഒരു ടൈമിലാണ്. പിന്നെ നമ്മൾ ആദ്യ ബേബിക്കൊരു ഡോൾഫിനെ മേടിച്ചിട്ട് തിരിച്ചു പോന്നു ഗൈസ്. അപ്പോൾ അത് ആമൻ്റെ അവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോവാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോവുക ഗൈസ്. പോയവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.